Good morning all. Welcome to Transportation Planning Module 2 Lecture 4. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് അർബൻ ട്രാവൽ പാറ്റേൺ. അതുപോലെ തന്നെ യു ഹാവ് ടു റൈറ്റ് ആൻ അസൈൻമെൻറ്റ് ഓൺ അർബൻ ട്രാവൽ ടെക്നോളജീസ്. അർബൻ ട്രാവൽ ടെക്നോളജീസിനെ കുറിച്ച് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എൻജിനീയറിംഗ് 2 പഠിച്ചിട്ടുണ്ട്. മോഡേൺ ട്രാവൽ ടെക്നോളജീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ്, ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ്, അതുപോലെ തന്നെ ട്രാം വേസ്, ട്യൂബ് റെയിൽസ്, ബസ് റാപ്പിഡ് ട്രാൻസിറ്റ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് അർബൻ ട്രാവൽ ടെക്നോളജീസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസ്, ഇതിൽ കൂടുതൽ ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ ഈ ടെക്നോളജീസിനെ കുറിച്ച് എന്ത് ചെയ്യാം, യു ഹാവ് ടു റൈറ്റ് ആൻ അസൈൻമെൻറ്റ്. അത് നിങ്ങളെ ക്ലാസ് വർക്കിൽ ഞാൻ ഇടുന്നതാണ്. ഇനി അർബനൈസേഷൻ. വാട്ട് ഈസ് അർബനൈസേഷൻ? അപ്പോൾ അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം. പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ കൂടുതലായിട്ട് ജീവിച്ചിരുന്നത് റൂറൽ ഏരിയാസിലായിരുന്നു. അപ്പോൾ റൂറൽ അർബൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റൂറൽ എന്ന് പറഞ്ഞാൽ മേജർ സോഴ്സ് ഓഫ് ഇൻകം, അവിടെ ജീവിക്കുന്ന ആളുകളുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം അഗ്രികൾച്ചറാണെങ്കിൽ, അപ്പോൾ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ് ഒരു സ്ഥലത്ത് ആളുകൾ നയിക്കുന്നെങ്കിൽ നമുക്കതിനെന്താ പറയാം, റൂറൽ എന്ന് പറയാം. ഇനി കൃഷി അധിഷ്ഠിതമല്ലാതെ കമേഴ്സ്, ഇൻഡസ്ട്രി, അങ്ങനത്തെ കൃഷിയേതര വരുമാനം കൊണ്ടാണ് അവർ ജീവിതം നിലനിർത്തുന്നെങ്കിൽ, ജീവനോപാധിയെങ്കിൽ, അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് നമുക്ക് എന്താ പറയാം, അർബൻ, നഗരം എന്ന് പറയാം. അപ്പോൾ റൂറലും അർബനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മീൻസ് ഓഫ് ലിവിങ്, ഇഫ് ദ മീൻസ് ഓഫ് ലിവിങ് ഈസ് അഗ്രികൾച്ചർ, വി ക്യാൻ സേ ഇറ്റ് ആസ് rural. If the means of living is other than agriculture like commerce, industry, then it is called urban area. അപ്പോൾ ഈ അർബനൈസേഷൻ എന്ന് പറഞ്ഞത് ഒരു റാപ്പിഡായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പണ്ട് കാലങ്ങളിൽ കൂടുതൽ ആളുകൾ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്, റൂറൽ ഏരിയയിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൂറൽ ഏരിയയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞതുകൊണ്ട് അവർ ദർ ഇസ് എ ട്രാൻസിഷൻ ഓഫ് മൈഗ്രേഷൻ ഫ്രോം റൂറൽ ടു അർബൻ ഏരിയ. അപ്പോൾ ദ ട്രാൻസിഷൻ ഫ്രം റൂറൽ ടു ആൻ അർബൻ സൊസൈറ്റി ഈസ് കോൾഡ് ആൻ urbanization. Statistically, urbanization reflects an increasing proportion of the population living in settlements defined as urban, primarily through net rural to urban migration. അപ്പോൾ അർബനൈസേഷൻ നടക്കുന്നത് മേജറായിട്ട് ത്രൂ ദി മൈഗ്രേഷൻ ഫ്രം റൂറൽ ടു അർബൻ ഏരിയ ഫോർ സീക്കിംഗ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ അവരെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കുറച്ച് കൂട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ്, അർബൻ ഏരിയയിലോട്ട് സെറ്റിൽ ചെയ്യിപ്പിക്കാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു 80% ആളുകൾ റൂറൽ ഏരിയയിൽ താമസിക്കുകയാണെങ്കിൽ ഒരു 20% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അർബൻ ഏരിയയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു 50-50 ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ 60% വരെ ഇപ്പോൾ അർബൻ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. The level of urbanization is the percentage of total population living in town cities, while the rate of urbanization is rate at which grows. Level of urbanization എന്ന് പറഞ്ഞാൽ ഈ ടൗൺസിനും സിറ്റീസിനും ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പെർസെൻറ്റേജ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏത് റേറ്റിലാണ് അത് ഗ്രോ ചെയ്യുന്നത്, അതിനാണ് എന്ത് പറയുന്നത്, റേറ്റ് ഓഫ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. Urbanization has been shaped by transportation infrastructure such as roads, transit system, or simply walkways. Consequently, there is a wide variety of urban forms, spatial structures, and associated urban transportation system. അപ്പോൾ ഈ അർബനൈസേഷൻ അതിൻ്റെ ഷേപ്പ് വരുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിഫറെൻറ്റ് അർബൻ ഫോംസിനെ കുറിച്ച് നമ്മൾ
റേഡിയൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അർബൻ ഫോംസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ അർബൻ ഫോംസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് അർബൻ ഫോംസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദി സ്പേഷ്യൽ ഇംപ്രിൻ്റ് ഓഫ് എൻ അർബൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആസ് വെൽ ആസ് ദി അഡ്ജസൻറ്റ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അതിൻ്റെ സ്പേഷ്യൽ ഇംപ്രിൻറ്റിനെയാണ്, എങ്ങനെയാണ് ആ സ്പേസിൽ നിൽക്കുന്നത്, നമ്മുടെ റോഡും അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള റെസിഡൻസ് അല്ലെങ്കിൽ കമേഴ്സ്, അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറും എങ്ങനെയാണ് സ്പേസിൽ നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അർബൻ ഫോം എന്ന് പറയുന്നത്. ജോയിൻലി ദേ കൺഫേം എ ലെവൽ ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ടു ദി സിറ്റീസ്. അപ്പോൾ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് അർബൻ ഫോംസ് ഉണ്ട്. നമ്മൾ റേഡിയലായിട്ടുണ്ട്, അതുപോലെ തന്നെ the urban spatial structure which refers to the set of relationship arising out of urban form and its underlying mobility of passengers and freight. It tries to evaluate to what extent specific urban structure can be achieved with a specific transport system. In considering the transport developments, the urban spatial structure can be characterized by its centralization and clustering. അപ്പോൾ എന്താണ് സെൻട്രലൈസേഷൻ, എന്താണ് ക്ലസ്റ്ററിംഗ് നോക്കാം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെഫേഴ്സ് ടു ദി ലൊക്കേഷണൽ സെറ്റിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ റിലേഷൻ ടു ദി ഓൾ അർബൻ ഏരിയ. അപ്പോൾ ഒരു ആക്ടിവിറ്റീസ് എവിടെയൊക്കെയാണ് നടക്കുന്നത്, ഒരു അർബൻ ഏരിയനെ ബേസ് ചെയ്തിട്ട് ആക്ടിവിറ്റീസ് എവിടെയൊക്കെയാണ് നടക്കുന്നത്, അതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. A centralized city has a significant share of its activity within a defined center, while a decentralized city does not. Large employees such as financial institutions are the main drivers of the centralization. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, സെൻട്രലൈസേഷൻ എന്ന് പറയാം. ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദി ലൊക്കേഷണൽ സെറ്റിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ റിലേഷൻ ടു ദി സ്പെസിഫിക് പാർട്ട് ഓഫ് ദി അർബൻ ഏരിയ. A cluster of activities, therefore, a concentration around a specific focal point, which tend to be transport infrastructure such as highway interchange, a transit terminal, or a smaller town that has been absorbed by the expansion of the metropolis. ഒരു സ്പെസിഫിക് പാർട്ടിലാണ് ആക്ടിവിറ്റീസൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വി ക്യാൻ സേ ഇറ്റ് ആസ് ക്ലസ്റ്ററിംഗ്. In the categories of spatial structure ആണ്, even if the graphical setting of each city varies considerably, the urban form and its spatial structure are articulated by two structural elements. One is node and another is linkage. Nodes are reflected in centrality of urban activities, which can be related to the spatial accumulation of economic activities or the accessibility to the transport system. Terminals such as ports, train stations, rail yards and airports are the important nodes around which activities agglomerate at local or regional level. അപ്പോൾ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസിൽ അർബൻ ആക്ടിവിറ്റീസ് എല്ലാം അഗ്ലോമറേറ്റ് ചെയ്യുന്ന കൂടിച്ചേരുന്ന ഒരു ഫോക്കൽ പോയിൻ്റാണ് നമ്മൾ എന്താ പറയുന്നത്, നോഡ് എന്ന് പറയുന്നത്. Nodes have a hierarchy related to their importance and contribution to the urban functions, with high order nodes such as management and retailing and lower order nodes such as production and distribution. Linkages. These are the infrastructure supporting the mobility form. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഈ നോട്ട്സിനെ കണക്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ലിങ്കേജസ് എന്ന് പറയുന്നത്. The lowest level of linkage includes streets, which are defining the elements of urban spatial structure. There is hierarchy of linkages moving up to the regional roads, railways and international connection by air and maritime transportation system. ഇതിൻ്റെ ഹൈറാർക്കിനെ കുറിച്ച്, റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഹൈറാർക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എക്സ്പ്രസ് വേസ്, ആർട്ടീരിയൽ റോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. The pattern of movement. The demand for transport is generated by the individuals
groups and by the industry. അപ്പോൾ ഒരു ട്രാവൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബേസ്ഡ് ആണ്. ദസ് മൂവ്മെൻറ്റ് ഈസ് നെസസറി ആൻഡ് ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ദി ട്രാൻസ്പോർട്ട്. The basic question is, why does movement take place and how is demand for the movement is affected? Followed by another question, what are the main transport patterns? The pattern of person movement reflect the influence of mobility and accessibility levels, and freight movements are closely associated with the relative location of raw material sources, processing plant and final markets. The basic unit of movement is a trip. അപ്പോൾ ബേസിക് ഒരു മൂവ്മെൻറ്റിൻ്റെ ബേസിക് യൂണിറ്റിനെ പറയുന്ന പേരാണിത് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ വൺ വേ ട്രാവൽ ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ പോയിൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. ഒരു പെർട്ടിക്കുലർ പർപ്പസ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന വൺ വേ ട്രാവൽ നമ്മൾ പറയുന്ന പേരാണിത് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് എ മൂവ്മെൻറ്റ് നമ്മൾ പറയുന്ന പേരാണിത് ട്രിപ്പ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിന് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ടേമാണിത് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് പോകുന്ന വൺ വേ ട്രാവലിന് നമ്മൾ പറയുന്ന പേരാണിത് ട്രിപ്പ്. ഇനി പാറ്റേൺസ് ഓഫ് മൂവ്മെൻറ്റ്. ദ മെയിൻ പാറ്റേൺസ് ഓഫ് മൂവ്മെൻറ്റ് ആർ ഷോൺ ബൈ ഡിസൈർഡ് ലൈൻസ്. ദിസ് ഷോ two principal features. First, the direction of demand for communication as illustrated by the line form and origin to destination, example suburb yn to y. And second, the width of the desired line, which is indication of volume of demand for the movement. The largest demand, for example, is between x and y, and lowest volume between villages in the rural areas. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് സിറ്റി ഉണ്ട്, ഒരു ടൗണും ഉണ്ട്, സിറ്റി വൈ ഉണ്ട്, ഒരു ടൗൺ എക്സും ഉണ്ട്. ഹൈ ഡെൻസിറ്റി ലാൻഡ് യൂസ് ആണ് ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് കാണിച്ചിട്ടുള്ളത് ലോ ഡെൻസിറ്റി ലാൻഡ് യൂസ് ആണ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയാസ് ആണ്. വൈ വണ്ണും വൈ ഫോറൊക്കെ ഇറ്റ്സ് റെസിഡൻഷ്യൽ ഏരിയാസ് ഇൻ ദി സിറ്റി വൈ. എക്സ് വൺ എക്സ് ത്രീ എന്നൊക്കെ പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയാസ് ഇൻ സിറ്റി എക്സ് ആണ്. R1 R4 എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വില്ലേജ് കമ്മ്യൂണിറ്റി റൂറൽ ഏരിയാസ് ആണ്. ഈ ആരോ കാണിച്ചിട്ടുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസൈർഡ് ലൈൻ റെപ്രസെൻറ്റിംഗ് ദി വോളിയം ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഏറ്റവും വോളിയം ഓഫ് ഡിമാൻഡ് വരുന്നത് റൂറൽ ഏരിയാസിനാണ്. കൂടുതലായിട്ട് വോളിയം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് റൂറൽ ഏരിയാസിലല്ല, സിറ്റി അർബൻ ഏരിയയിലാണ്. ഇൻ്റർസിറ്റി ട്രാഫിക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. On the basis of foregoing diagram, one can distinguish the following general pattern: high density and high density travel. That is, example, town X to city Y, interurban travel. ഒരു ടൗണിൽ നിന്ന് വേറെ ടൗണിലോട്ട്, ഒരു ഹൈ ഡെൻസിറ്റിയിൽ നിന്ന് ഹൈ ഡെൻസിറ്റിയിലോട്ടുള്ള ട്രാവൽ പാറ്റേൺ വരുന്നുണ്ട്. ദെൻ ലോ ഡെൻസിറ്റി ടു ലോ ഡെൻസിറ്റി, ദാറ്റ് ഈസ് വില്ലേജ് R1 ടു വില്ലേജ് R2, റൂറൽ ട്രാവൽ. ഒരു വില്ലേജിൽ നിന്ന് വേറൊരു വില്ലേജിലോട്ട്, അത് ലോ ഡെൻസിറ്റി ഏരിയയിൽ നിന്ന് വേറൊരു ലോ ഡെൻസിറ്റി ഏരിയയിലോട്ടുള്ള ട്രാവൽ പാറ്റേൺ. ഇനി ലോ ഡെൻസിറ്റി ടു ഹൈ ഡെൻസിറ്റി ട്രാവൽ, ദാറ്റ് ഈസ് സബർബ് Y1 ടു സിറ്റി Y. അപ്പോൾ സബർബ് എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ള ഏരിയാസിനാണ് ഇത് പറയുന്നത് സബർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സബർബിൽ നിന്ന് അർബൻ ഏരിയയിലോട്ട്, ലോ ഡെൻസിറ്റി ടു ഹൈ ഡെൻസിറ്റി. ഇനി മൂവ്മെൻറ്റ് വിത്തിൻ ദി ഹൈ ഡെൻസിറ്റി സോൺസ്. അപ്പോൾ മൂവ്മെൻറ്റ് വിത്തിൻ ഹൈ ഡെൻസിറ്റി സോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മളെ സിറ്റി ഏരിയാസിന് തന്നെ യാത്ര ചെയ്യുന്നതാണെന്ത് മൂവ്മെൻറ്റ് വിത്തിൻ ദി ഹൈ ഡെൻസിറ്റി ഏരിയ, ദാറ്റ് ഈസ് വിത്തിൻ ദി സിറ്റി Y1 അലോങ് വിത്ത് ദി കമ്പൈൻ ഗീവ് ടോട്ടൽ അർബൻ ട്രാവൽ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എന്ത് വരുന്നത്, പാറ്റേൺസ് ഓഫ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് നമുക്കറിയുന്ന പോലെ തന്നെ ഓരോ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ ദി ഡിമാൻഡ് ഫോർ ദി മൂവ്മെൻറ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു അർബൻ ഏരിയയിൽ നമ്മൾ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അയാളെ റെസിഡൻറ്റിൽ നിന്ന് ജോലിക്ക് പോകാനുള്ള ഒരു ആവശ്യം വന്നാലാണ് അത് ചെയ്യുന്നുണ്ട്, അയാൾക്ക് ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് അയാളെ ജോബ് സെൻറ്ററിലോട്ടുള്ള യാത്ര വരുന്നത്.
ജോബ് സെൻറ്ററിലോട്ട് അയാൾക്ക് വീണ്ടും ഒരു ഷോപ്പിംഗ് മാളിലോട്ട് അയാൾക്ക് കുറച്ച് സാധനം വേണമെന്ന് വരുമ്പോൾ എന്ത് വരും, അയാൾ ഷോപ്പിംഗ് മാളിലോട്ട് പോകും. അപ്പോൾ ആ ഒരു ഡിമാൻഡും കൂടി ക്രിയേറ്റ് ചെയ്തു. പിന്നെ അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഷോപ്പിംഗ് മാളിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് അവർ ഡിമാൻഡാണ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ബേസ് ചെയ്തിട്ടാണ്? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് എ പർപ്പസ് ഫോർ ട്രാവൽ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ട്രാവൽ പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രാവൽ പാറ്റേണിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. എത്ര ഡിമാൻഡ് വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത്, എവിടെ നിന്നാണ് കൂടുതൽ ആളുകൾ വരുന്നത്, ഇതൊക്കെയാണ് ട്രാവൽ പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ആളുകൾ കൂടുതൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ് മുതൽ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി തേർഡ് മൊഡ്യൂൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.